കാലങ്ങളായിട്ട് നിലനിന്നിരുന്ന ഒരു തെറ്റിദ്ധാരണയെ ലിയോ പാപ്പ മാറ്റി. തെറ്റിദ്ധാരണ ഇതായിരുന്നു: പരിശുദ്ധ കന്യകാമറിയം സഹരക്ഷകയാണ്. ലിയോ പാപ്പ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അല്ല, നിങ്ങളിനി അങ്ങനെ അഭിസംബോധന ചെയ്യരുത്. അത് കേട്ടപ്പോൾ പലരും തെറ്റിദ്ധരിച്ചു. പലരും പറഞ്ഞു, മാതാവിനൊന്ന് കുറച്ച് കാണിച്ചതാണ്, മാതാവിനോടുള്ള വിശ്വാസമൊക്കെ ഇനി അല്പം ഒന്ന് കുറയ്ക്കണം. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മാതാവിനെ ഉയർത്തിയതാണ്. സഭ കുറച്ചും കൂടി ആദരവോടെ പരിശുദ്ധ കന്യകാമറിയത്തെ കണ്ടതാണ്. കാര്യം, സഹരക്ഷക എന്നുള്ളത് കുറച്ചും കൂടി തലയ്ക്ക് മുകളിലെ ഒരു സംഭവമാണ്. ഈ രക്ഷ നൽകുന്നത് ദൈവപുത്രനാണല്ലോ. ദൈവപുത്രൻ സ്വർഗത്തിലെ പിതാവിൻ്റെ മകനാണല്ലോ. അങ്ങനെ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മകൻ ഈ ഭൂമിക്ക് രക്ഷ നൽകിക്കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ചില കാര്യങ്ങളൊന്നും പിടുത്തം കിട്ടാത്ത സാധനങ്ങളാണ്. എന്നാൽ നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ പിറന്ന ഒരു കുഞ്ഞ്, അവൾ ഈ ഭൂമിയിൽ ക്രിസ്തുവിന് വിധേയപ്പെട്ട് ജീവിച്ചു. വെറുതെ ഒന്നുമല്ല, വിശുദ്ധിയോടെയല്ല, പരിശുദ്ധിയോടെ ജീവിച്ചു. അവളുടെ ജീവിതത്തിൽ ഈ വിശുദ്ധിക്കപ്പുറത്തേക്കൊരു തലത്തിൽ അവളെത്തി. അങ്ങനെയുള്ള ഒരു പെൺകുട്ടി ദൈവപുത്രൻ്റെ അമ്മയായിത്തീർന്നു. അങ്ങനെ അമ്മയായിത്തീർന്ന ഒരു പെൺകുട്ടിയെ ഇന്ന് സഭ ഓർമ്മിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സമർപ്പണ തിരുനാൾ. എനിക്ക് തോന്നുന്നു ലിയോ പാപ്പയുടെ ആ പ്രഖ്യാപനത്തിന് ശേഷം ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കൃത്യമായി പിടുത്തം കിട്ടും. ഈ ഭൂമിയിലെ ഒരു സാധ്യതയാണ് പരിശുദ്ധ കന്യകാമറിയം. ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ സൂക്ഷിക്കേണ്ട കനലാണ് പരിശുദ്ധ കന്യകാമറിയം. കാര്യം, ഒരപ്പൻ്റെയും ഒരമ്മയുടെയും സ്നേഹത്തിൽ പിറന്ന കുഞ്ഞ് ഈ ഭൂമിയിൽ ദേവാലയത്തോട് ചേർന്ന് ജീവിച്ച് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടു. ആ ദേവാലയത്തെയും ദൈവാലയത്തിനുള്ളിലെ ദൈവത്തെയും ഹൃദയത്തിൽ സൂക്ഷിച്ചതുകൊണ്ട് അവൾ ഈ ഭൂമിയിൽ പരിശുദ്ധ എന്നറിയപ്പെട്ടു. അവൾ തലയ്ക്ക് മുകളിൽ മനസ്സിലാകാത്തതല്ല ഈ ഭൂമിയിൽ ജീവിച്ചത്. അവൾ രഹസ്യങ്ങളോടുകൂടി ഈ ഭൂമിയിൽ വന്ന് ഇറങ്ങിയവളല്ല, മറിച്ച് സകല രഹസ്യങ്ങളെയും വെളിപ്പെടുത്താൻ കഴിയുന്ന ജീവിതവുമായി ഈ ഭൂമിയിൽ പിറന്നു വീണവളാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൻ്റെ രഹസ്യങ്ങളുടെ താക്കോലാണ് പരിശുദ്ധ കന്യകാമറിയം. സഹരക്ഷക എന്ന് ഇനി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്ന തെറ്റിദ്ധാരണ അങ്ങനെയല്ല എന്ന് കത്തോലിക്ക സഭ ഓർമ്മിപ്പിച്ചപ്പോൾ അതിന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സൗന്ദര്യം കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. ഈ ഭൂമിയിലെ ഓരോ മനുഷ്യർക്കും ദേവാലയത്തോടും ദൈവത്തോടും ചേർന്ന് ജീവിക്കാനാകുമെന്നും അത് വിശുദ്ധിക്കപ്പുറത്തേക്കുള്ളൊരു പരിശുദ്ധിയിലേക്ക് എത്തിക്കാനാകുമെന്നും സഭ ഓർമ്മിപ്പിച്ച തിരുനാളാണെന്നും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സമർപ്പണം. എത്ര മനോഹരമായിട്ടാണ് അവൾ തന്നെ ഈ ഭൂമിക്ക് നൽകിയത്. സ്നേഹമുള്ളവരെ, എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ കന്യകാമറിയം വലിയൊരു വെല്ലുവിളിയായി നിൽക്കണം. എത്രത്തോളം ദേവാലയത്തോടും ദൈവത്തോടും ചേർന്ന് നിൽക്കാൻ പറ്റും? എത്രത്തോളം വിശുദ്ധിക്കപ്പുറത്തേക്കൊരു പരിശുദ്ധിയിലേക്ക് ഇനി ചിന്തിക്കാൻ പറ്റും? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയ്ക്ക് അമ്മയൊരുക്കിയ സ്നേഹപ്പൂന്തട്ട്. ആകാശം പോലെ ഒരുങ്ങിയ ഉള്ളം നന്മ ചൊരിയല്ലേ. ആത്മാവിൽ മഴയായി പൊഴിയണ മേഘം പെയ്തു നിറയല്ലേ. മിഴിയോ
മനസ്സല്ലേ